ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നേക്കുന്നത് സൂര്യകാന്തി തോട്ടത്തിലാണ് കേട്ടോ. സൂര്യകാന്തി തോട്ടത്തിൽ എവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ സുന്ദരപാണ്ഡ്യപുരത്തിലെ സൂര്യകാന്തി തോട്ടത്തിലാണ് വന്നേക്കുന്നത്. ഇവിടെ അടിപൊളി കാണാമെന്ന് വെച്ചാൽ കണ്ണെത്താ ദൂരത്ത് ഏക്കർ കണക്കിന് സൂര്യകാന്തി ഇങ്ങനെ പടർന്ന് കിടക്കുന്ന കാഴ്ചയായി കാണുന്നത് കേട്ടോ. പിന്നെ നല്ല വെയിലാണ് കേട്ടോ, നല്ല അടിപൊളി വെയിലാണ്. വെയിൽ കണ്ടോ, സൂര്യകാന്തിയൊക്കെ നല്ല അടിപൊളി ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സീനൊക്കെ കാണാം. കണ്ടോ, നല്ല അടിപൊളി സെറ്റപ്പ്, അടിപൊളി. കാരണം ഇത്ര അടുത്ത് തെങ്കാശിയിൽ ഇത്ര അടുത്ത് നമുക്കിത് കിട്ടുകയെന്ന് വെച്ചാൽ പിന്നെ അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഒരാൾക്ക് 20 രൂപയാണ് ഇതാക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ കരിക്കൊന്നും വാങ്ങിച്ചു കുടിക്കായിരിക്കും. കരിക്കൊക്കെ വാങ്ങിച്ചു കുടിക്കുന്നിടത്ത് ഇവിടെ നിന്നുള്ള എനിക്കറിയത്തില്ല, ഒരു കരിക്കിനൊക്കെ 50 രൂപ 100 രൂപ വെച്ചൊക്കെയാണ് ഇവർ പറയുന്നത്, പനം കരിക്കെന്ന് പറഞ്ഞ്. പിന്നെ ഈ ഫസ്റ്റ് കാണുന്ന അടുത്തൊന്നും സുന്ദരപാണ്ഡ്യപുരം ഡിസ്ട്രിക്ട് ആ സ്ഥലത്തോട്ട് പോകാതെ അതിന് മുമ്പായിട്ട് ടേൺ ചെയ്ത് വരുന്ന റോഡ് നേരെ തന്നെ വരുമ്പോൾ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ആ പമ്പിൻ്റെ അടുത്തുള്ള തോട്ടത്തിലേക്ക് ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ബാക്കിയുള്ളിടത്തൊക്കെ ഭയങ്കര അറപ്പാണെന്നാണ് പറയുന്നത്. ഇവിടെ പക്ഷേ ഒത്തിരി ഉണ്ട് കേട്ടോ, ഒത്തിരി ഇഷ്ടം പോലെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന സീനൊക്കെ കാണുന്നത്. ഇവിടെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി സൂര്യകാന്തി ചെടികൾ നിൽപ്പുണ്ട് കേട്ടോ. നമ്മുടെ ഇഷ്ടാനുസരണം എങ്ങനെ വേണമെങ്കിലും ഇതിൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുക്കുകയോ പൂവ് പിടിച്ചുകൊണ്ട് നിന്നെടുക്കുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. കുറേയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞ് നിൽക്കുന്നതാണ്. കുറേയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ സൂര്യകാന്തിയുണ്ട്, നമ്മുടെ പൊക്കമുള്ള സൂര്യകാന്തിയുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവിടെ നിൽക്കാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് ആരുടെയും നല്ല പ്രൈവസി ആയിട്ട് നിൽക്കാൻ പറ്റും, വലിയ ശല്യങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മളിവിടെ ഇറങ്ങുന്നതിന് ഒരാൾക്ക് 20 രൂപ ടിക്കറ്റ് ചാർജാണ് അവർ ഈടാക്കിയത്. ടിക്കറ്റൊന്നുമില്ല, 20 രൂപ കൊടുത്താൽ മതി. 20 രൂപ കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങിയാൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നല്ല വെയിലുണ്ട്, നല്ല അടിപൊളി വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. ഇവിടെ വരുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കിടക്കുന്ന സ്ഥലം പൊങ്ങിയും താന്നും കിടക്കുകയാണ്. അപ്പോൾ അത് കൂടാതെ ഈ ചെടി പറ്റുന്ന ഡ്രസ്സുകളൊക്കെ മഞ്ഞ നിറമാവുന്നുണ്ട്. അത് ഈ പഴുത്ത് നിൽക്കുന്ന ഡ്രസ്സ് ഇപ്പോൾ ചെടികളിലാണോ ഇലയിലാണോ എന്താണെന്നറിയത്തില്ല. ഞങ്ങൾ വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഡ്രസ്സിലൊക്കെ മഞ്ഞ നിറം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വൈറ്റ് ഡ്രസ്സൊക്കെ മാക്സിമം ഒഴിവാക്കി പോകുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി തരാൻ മറക്കല്ലേ. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കല്ലേ. നമ്മൾ ഈ കാണുന്ന പോലെ അധികം നേരം ഈ സൂര്യകാന്തി തോട്ടത്തിൻ്റെ ഇടയ്ക്കൊന്നും നിൽക്കാനുള്ള ഒരു ഇത് കിട്ടത്തില്ല കേട്ടോ. കാരണം നല്ല വെയിലായതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊള്ളുന്ന വെയിലെന്ന് തന്നെ പറയണം. ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അധിക നേരമൊന്നും ഇതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. കുറച്ച് നേരം ഒരു അരമണിക്കൂർ മാക്സിമം നിന്ന് ഫോട്ടോ എടുത്ത് പോകാനുള്ളൊരു സെറ്റപ്പേ ഉള്ളൂ. പക്ഷേ വരുന്നവർക്കെല്ലാം മുതലാണ്. നല്ല അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു വട്ടമെങ്കിലും ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. അതിനുണ്ട് ഞങ്ങളുടെ കിങ്ങിണിയുടെ പരിപാടി ഉണ്ടോ ഒന്ന് ഊരിട്ട് വെക്കട്. പിന്നെ ഞങ്ങൾ കുറച്ച് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളി സ്പോട്ടാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമുക്ക് വണ്ടിയായിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, മാക്സിമം ഒതുക്കിയിടുക. കാരണം വേറൊന്നുമല്ലാതെ ഈ വരുന്ന ആൾക്കാരെ കണ്ടോ, ഇവർ ഇച്ചിരി ഡേഞ്ചറാണ്. പശുവൊക്കെ ആണെങ്കിലും എരുമയാണെങ്കിലും കുഴപ്പമില്ല, പോത്തൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവന്മാർ വണ്ടിയിലൊക്കെ കൊണ്ടിട്ട് തട്ടിയിട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്, അവിടെ സൂക്ഷിക്കുക. പക്ഷേ ഞങ്ങൾ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് വണ്ടി എടുത്ത് നേരെ വിട്ടത് തെന്മല വഴിയാണ് തിരിച്ച് ഇങ്ങോട്ട് പോകാൻ വന്നത്. അത് അങ്ങോട്ട് പോയ സമയത്ത് ഞങ്ങൾ തെന്മല എന്ന റൂട്ട് ഇറങ്ങിയില്ല. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആദ്യം തെന്മല റോസ്മലയിലേക്കുള്ള യാത്രയായിരുന്നു കേട്ടോ. റോസ്മലയിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഇനിയും കാണുന്നത്. മറ്റേ നമ്മൾ ഞണ്ടിനെ തിരിച്ച് ഞങ്ങൾ വെള്ളത്തിലൊക്കെ വിട്ട് അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് കുറേ വീഡിയോസും വെള്ളത്തിൽ കുറച്ച് കളിച്ച് ചിരിച്ച് കുട്ടികളൊക്കെ ആയിട്ട് കളിച്ച് ചിരിച്ച് ഹാപ്പി ആയിട്ട് കുറേ നേരം അവിടെ ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല പല സ്ഥലങ്ങളും ഉണ്ട് ഇതുപോലത്തെ ഈ പോകുന്ന റൂട്ട് തന്നെ വണ്ടി ക്രോസ് ചെയ്യാൻ പറ്റുന്ന. പിന്നെ ഒത്തിരി താഴ്ന്ന വണ്ടിയിൽ വരരുത്, അതായത് ഒത്തിരി ചെറിയ വണ്ടിയിൽ വരരുത്. ഇങ്ങോട്ട് പോകുന്ന റൂട്ട് അടി ഇടിക്കാൻ ചാൻസ് ഉണ്ട്. വണ്ടി സ്ലോയിലൊക്കെ വരുവാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല.
മൂവ് ചെയ്തങ്ങ് പോവാം എന്നതേ ഉള്ളൂ. ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാഴ്ചകളാണ്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു രീതികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ. വെള്ളം നമ്മുടെ ഏകദേശം കൊച്ചുകുട്ടി ഒഴുകുന്ന നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ്. നമുക്ക് അടിത്തട്ടൊക്കെ ശരിക്കും കാണാം. അതേപോലെ തന്നെ നമുക്ക് അധികം റിസ്ക്കുകളൊന്നുമില്ല. പിന്നെ കല്ലുണ്ട് കേട്ടോ, ഒത്തിരി ഉരുളൻ കല്ലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഉരുളൻ കല്ലുകളൊക്കെ ആണെങ്കിൽ ഓൾറെഡി നമ്മളുടെ ഇതായിട്ട് ശ്രദ്ധിക്കണം, വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അല്ലാതെ തെന്നലോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ റോസ്മലയിൽ എത്തിയൊക്കെയാണ്. റോസ്മലയിലെ കാഴ്ചകളാണ് ഇനിയും കാണുന്നത്. നമ്മൾ റോസ്മല സൂര്യകാന്തി പാടമൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്നേക്കുന്ന റോസ്മലയിലോട്ടാണ് കേട്ടോ. റോസ്മലയിൽ കയറുന്നതിനിടയിൽ ക്ഷീണിതനായിട്ടിരിക്കുന്ന എൻ്റെ ഫാമിലി അതാ ഈ കാണുന്നത്. അപ്പം ഞങ്ങൾ തന്നെ ഈ മലയൊക്കെ കയറി വേണം അങ്ങോട്ട് പോകാനായിട്ട്. ഇതുണ്ടോ, നേരെ വഴിയൊന്നുമില്ല, ഇതൊക്കെ കയറി വേണം പോകാനായിട്ട്. അപ്പോൾ റോസ്മലയിലെ ദൃശ്യങ്ങളിലേക്കൊക്കെ ഇനിയും പോകാം, അങ്ങോട്ട് കയറി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പോകാം. ഇത് ചെറിയൊരു വീഡിയോ കേട്ടോ, ഇത് മൊത്തത്തിൽ വലിയതായിട്ടുള്ളൊരു വലിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല. കാടിൻ്റെ അകത്തുള്ള അതായത് ചെന്തുരുണി വനങ്ങൾക്കകത്തുള്ള തെന്മലയിലെ ചെന്തുരുണി വനങ്ങൾക്കുള്ളിലുള്ള ഒരു സ്ഥലമാണ് ഇത്. അപ്പം അതിൻ്റെ മലകൾ കയറി ഞങ്ങളിങ്ങനെ മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതുണ്ടോ, ഇത്രയും കല്ലെല്ലാം താണ്ടി വേണം മണ്ടയ്ക്കോട്ട് കയറി വരാനായിട്ട്. പക്ഷേ 150 മീറ്ററേ ഉള്ളൂ, പക്ഷേ കാണാൻ അടിപൊളി സ്ഥലമാണെന്നാണ് പറയുന്നത്. ഒരാൾക്ക് 150 മീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇല്ല 150 മീറ്ററേ ഉള്ളൂ. പിന്നെ 85 രൂപയാണ് ഒരാൾക്ക് ഇവിടെ ടിക്കറ്റ് ചാർജ് ഈടാക്കുന്നത്. നമ്മുടെ വണ്ടിയിൽ തന്നെ തെന്മലയിൽ നമ്മുടെ വണ്ടിയിൽ തന്നെ വരാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ മറ്റൊരു സവിശേഷത. അവസാനം നമ്മൾ ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞിട്ട് കാണുന്ന വ്യൂ ആയത് കേട്ടോ. ശരിക്കും മൊബൈലിൽ കൂടെ കണ്ടു കഴിഞ്ഞാൽ വ്യൂ ആണെങ്കിൽ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. വല്ല മലയുടെ മുകളിലൊക്കെ നമ്മൾ വണ്ടി നിർത്തി കാണുന്നൊരു ഫീലിങ്സ് പോലെ മൊബൈലിൽ കാണുമ്പം. പക്ഷേ അതങ്ങനല്ല, ഇത് വന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. അടിപൊളി എന്ന് വെച്ചാൽ അത്രയ്ക്ക് സൂപ്പറാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അവിടെ അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇത് അവിടുന്ന് ഞങ്ങൾ പോകുന്ന വഴിക്ക് എടുത്തൊരു ഫോട്ടോ മാത്രമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്നലെ തെന്മലയിൽ വന്ന് ചെന്തുരുണിയുടെ ഡാമിൻ്റെ പുറകിൽ നിന്ന് എടുത്ത തെന്മല ഡാമിൻ്റെ പുറകിൽ നിന്ന് എടുത്ത ഒരു ഫോട്ടോസാണ് അത്. നമ്മൾ ഈ റൂട്ടിൽ പോവുകയാണെങ്കിൽ നേരെ ഇവിടുന്ന് ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾ ആലപ്പുഴയിൽ നിന്നാണ് പോയി. ഞങ്ങൾ തെന്മല പോയി, തെന്മലയിൽ നിന്ന് ചെന്തുരുണി വരെ കയറി, അത് കഴിഞ്ഞ് റോസ്മല കയറി, അത് കഴിഞ്ഞ് തെങ്കാശി പോയി സുന്ദരപാണ്ഡ്യം ചെന്ന് സുന്ദരപാണ്ഡ്യത്തിൽ നിന്ന് ഈ പറയുന്ന സൂര്യകാന്തി തോട്ടം കാര്യങ്ങളും കണ്ടു. പിന്നെ കുറ്റാലവും പാലരുവി വാട്ടർഫോൾസ് ഉണ്ട്, അവിടെ ഞങ്ങൾ കയറിയില്ല. ഈ പോകുന്ന റൂട്ട് തന്നെയാണ് ഈ പറയുന്ന വാട്ടർഫോൾസ്. അപ്പോൾ പോകുന്നവർ ഈ റൂട്ടിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഒത്തിരി കാര്യങ്ങൾ കാണാനായിട്ട് കിട്ടും. അതുകൂടാതെ ഈ റോസ്മലയിൽ പോകുന്നിടത്ത് ഒത്തിരി ചപ്പാത്തുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വണ്ടി ആ ചപ്പാത്തി കൂടെ ക്രോസ് ചെയ്ത് പോകുന്നതൊക്കെ വല്ലാത്തൊരു രസമാണ്. അതുകൂടാതെ നമുക്ക് ഇറങ്ങി കുളിക്കാനും കാര്യങ്ങളും ഒക്കെ പറ്റിയ വെള്ളങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ പാലരുവിയിൽ ഇപ്പോൾ ഇറക്കുന്നില്ല, പക്ഷേ കുറ്റാലം വാട്ടർഫോൾസിൽ എല്ലാവരും ഇറക്കുന്നുണ്ട്. പാലരുവിയിൽ ഇപ്പം അങ്ങനെ ആൾക്കാരെ ഇറക്കുന്നില്ല, കണ്ടുപോകുക എന്നുള്ള സിറ്റുവേഷൻ മാത്രമാണ് പാലരുവിയിൽ ഇപ്പോൾ ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങൾ നേരിട്ട് കണ്ടില്ല, പറഞ്ഞ അറിവാണ്. അതുപോലെ തന്നെ കുറ്റാലത്ത് നല്ല ബോയ്സ് ഗേൾസ് സെപ്പറേറ്റ് ആയിട്ടാണ് ഇറങ്ങുന്നത്, ഫാമിലിക്കും സെപ്പറേറ്റ് ഇറങ്ങാമെന്ന് പറയപ്പെടുന്നു.